ഹായ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ നാർസിസം വീഡിയോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ വീഡിയോസ് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിലാണെങ്കിലും കമൻസിലാണെങ്കിലും പലപ്പോഴും ഈ സോഷ്യോപാത്ത് എന്നുള്ളൊരു ടേം പലപ്പോഴും കടന്നു വരാറുണ്ട്. അല്ലെങ്കിൽ ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് പലപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് പലപ്പോഴും ഈ നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നാർസിസം ആയിട്ട് റിലേറ്റഡ് ആണോ അതോ ഇത് വേറെ എന്തെങ്കിലും ഡിസോർഡർ ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ആ കൺഫ്യൂഷൻസിന് എല്ലാം ഒരു ക്ലാരിറ്റി എന്നുള്ള രീതിയിലാണെന്ന് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുന്നത്. അഥവാ സോഷ്യോപാത്ത് എന്ന് പറയുന്ന ആ ഒരു സോഷ്യോപാത്ത് എന്നത് ക്ലിനിക്കൽ ടേം അല്ല. ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നതാണ്. എങ്ങനെയാണ് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ പെരുമാറുന്നത്, അവർ ഈ നാർസിസ്റ്റുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നാർസിസ്റ്റുകളിൽ ഇതെങ്ങനെയാണ് കാണപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ട്രെയ്റ്റ്സ് എന്താണ്, അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സയൻസും അവരുടെ ഈ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഈ സയൻസിന് ഓരോ സയൻസിൻ്റെയും എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കധികം വൈകാതെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ കോറായിട്ടുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്കുള്ള സ്വഭാവവും പാറ്റേണും എന്ന് പറയുന്നത് ബേസിക്കലി മറ്റുള്ളവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാനും ഡിസ്റിഗാർഡ് ചെയ്യാനുമുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെൻഡൻസീസ് ആണ്. ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിലുള്ള നോർമൽ മനുഷ്യർ അവരുടെ ഉള്ളിലെ ഒരു മോറൽ കോമ്പസ് ഉണ്ടല്ലോ, നിയമങ്ങൾ അനുസരിച്ച് എല്ലാ രീതിയിലും സോഷ്യലായിട്ടുള്ള രീതിയിൽ വയലൻസ് ഒന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകുന്ന അവരുടെ നേച്ചറിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളിൻ്റെ ഇൻറ്റേർണൽ മോറൽ കോമ്പസ് എന്ന് പറയുന്നത്. ഇപ്പം നോർമലി കാണുന്ന മനുഷ്യരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂൾസൊക്കെ ഫോളോ ചെയ്ത് അതനുസരിച്ച് എത്തിക്സ് ഒക്കെ ലൈഫിൽ കൊണ്ട് പോകുന്ന, നമ്മുടേതായിട്ടുള്ള എത്തിക്സ് കീപ്പ് ചെയ്യുന്ന, നമ്മുടെ ഫീലിങ്സിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരാണ്. എന്നാൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതെല്ലാം ഡിസ്റിഗാർഡ് ചെയ്യുന്ന ആളാണ്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു തടസ്സമാണ്. അവരുടെ ലൈഫിൽ ഫീലിങ്സിനൊന്നും ഒരു പ്രാധാന്യമില്ല. ഇതൊരു വ്യക്തിയിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഈ 18 വയസ്സ് തികഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസും ഡയഗ്നോസിസിന് പർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഒരു 7 മേജർ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഇന്ന് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ 3 സിംറ്റംസ് ഒരു സയൻസ് ഉണ്ടെങ്കിൽ, 3ഓ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ തന്നെ ഡയഗ്നോസിസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുന്നതാണ്. അത് ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് ആയിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത്. അവരുടെ അടുത്ത് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ 7 സൈൻസ് ആൻഡ് സിംറ്റംസ് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇവർ നിയമങ്ങളും സോഷ്യൽ നോംസും കംപ്ലീറ്റ്ലി ഡിസ്റിഗാർഡ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. നമ്മുടെ സാധാരണഗതിയിലുള്ള സോഷ്യൽ നോംസ് അനുസരിച്ചുള്ള നമ്മുടെ നാട്ടിൽ ഉള്ള നിയമങ്ങൾ, ഈ പല നിയമങ്ങളും നിരന്തരം ലംഘിക്കാനുള്ള പ്രവണത ഇവരിലുണ്ടായിരിക്കും. സാധാരണഗതിയിൽ എപ്പോഴും ഇവർ ഒരു അറസ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ അറിയാതെയൊക്കെ തെറ്റ് ചെയ്തു പോകുന്ന, നിയമങ്ങൾ ലംഘിച്ചു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പം നിരന്തരം റാഷ് ഡ്രൈവിംഗ് ചെയ്യുന്നത്, നിയമം ലംഘിച്ച് സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് മുതൽ തുടങ്ങി നിരന്തരമായിട്ടുള്ള മോഷണം, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി നശിപ്പിക്കൽ അല്ലെങ്കിൽ കൈവശം വയ്ക്കൽ, അവരെ നിരന്തരം ഹരാസ് ചെയ്യുന്ന, ചുറ്റുമുള്ളവരെ ബാക്കിയുള്ളവരെ എല്ലാം ഹരാസ് ചെയ്യുന്ന ടെൻഡൻസീസ്, അവരെ എങ്ങനെയെങ്കിലും അവരെ വേദനിപ്പിക്കുക എന്നുള്ള ടെൻഡൻസി കൊണ്ട് നടക്കുക, ഇല്ലീഗലായി അല്ലെങ്കിൽ ഒരിക്കലും കൈവശം വയ്ക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കൈവശം വയ്ക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ഒരു നേച്ചറിൽ കണ്ടുവരുന്നതാണ്, ഇവർ ചെയ്യുന്നതാണ്. ഇതിൽ ഒരു സെൻസ് ഓഫ് റോങ് ഡൂയിങ്ങും ഇവർക്ക് ഉണ്ടായിരിക്കില്ല. ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യവും ഇവരിൽ ഉണ്ടായിരിക്കില്ല. നിരന്തരമായിട്ടുള്ള നിയമലംഘനമാണ് ഒന്നാമത്തെ സൈൻ എങ്കിൽ, രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ഡിസൈറ്റ്ഫുൾനെസ് ആണ്. നിരന്തരം മറ്റുള്ളവരെ ചതിക്കുക, വഞ്ചിക്കുക, പറ്റിക്കുക. ഒരു പാത്തോളജിക്കൽ ലൈങ് ഇവരിൽ കണ്ടുവരാറുണ്ട്. നിരന്തരം കള്ളം പറയുക, സ്വന്തം പേഴ്സണലായിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ടും ഗെയിനിനും വേണ്ടിയിട്ടും മറ്റുള്ളവരെ, ചുറ്റുമുള്ളവരെ ദുരുപയോഗപ്പെടുത്തുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഈ റിയൽ ലൈഫിൽ വളരെ ഷോക്കിംഗ് ആയിട്ട് ഇത് കണ്ടുവരുന്ന ഒരു അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പലരുടെയും ലൈഫിലേക്ക് ചെന്നിട്ട് ഇവർ റോങ് ആയിട്ടുള്ള ഒരു നെയിം പറയുക, അവരുടെ ഒരു ശരിക്കുള്ള
പേര്, ലീഗലായിട്ടുള്ള പേര് മാറ്റി പറഞ്ഞുകൊണ്ട് വേറൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു ബാക്ക് സ്റ്റോറി ഇവരുടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുക. നിരന്തരം പണം തട്ടാനെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവരുടെ ബാക്ക് സ്റ്റോറി കഥകളൊക്കെ ഇവരെ വിശ്വസിപ്പിക്കുക. അത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഇവരെ വഞ്ചിച്ചുകൊണ്ട്, ഇവരെ പറ്റിച്ചുകൊണ്ട് ഇവരിൽ നിന്നും അയാൾക്ക് നേടിയെടുക്കാനുള്ള കാര്യം നേടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുവേണ്ടി നിരന്തരം ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇതിനകത്ത് ഇവർ ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. അതിൽ അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, അവർ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, മറ്റത് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നും ചിലപ്പോൾ ഇവരുടെ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും ഇവരുടെ ഏജും വരെ ഇവർ മാറ്റി പറയും. അല്ലെങ്കിൽ മാറ്റിയിട്ടുള്ള രേഖകൾ വരെ ഇവരുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഇവരെ വിശ്വസിപ്പിക്കുന്നത്. സിംപ്ലി ചിലപ്പോൾ ഇവർ ഇങ്ങനെ പറ്റിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ലിന് വേണ്ടി മാത്രം വരെ ഇത് ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇവരുടെ ഇമ്പൾസിവിറ്റിയും ഫെയിലിയർ ടു പ്ലാൻ എ ഹെഡ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവരിൽ ഇമ്പൾസിവിറ്റി കാണുന്നത്. അതായത് ഇവരൊട്ടും ചിന്തിക്കാതെ തന്നെ പെട്ടെന്ന് ചാടിക്കേറി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. അത് അവരെയും ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ ചുറ്റുമുള്ളവരെയും ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ പറ്റിയും ചുറ്റുമുള്ളവരെ പറ്റിയും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചാടിക്കേറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരിൽ കാണുന്ന ഒരു പ്രവണതയാണ്. ഇതിന് റിയൽ ലൈഫിൽ കാണുന്ന ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഒരു ജോബിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും, എല്ലാ രീതിയിലും അയാൾക്കും ഫേവർ ചെയ്യുന്ന ഒരു ജോബ് തന്നെ ആയിരിക്കും. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർ അവിടെ നിന്ന് അപ്രത്യക്ഷരാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രത്യക്ഷനാകാനുള്ള തീരുമാനം ഇയാൾ എടുക്കും. എന്നിട്ട് പിന്നെ അയാളെ കാണാൻ ആയിട്ട് സാധിക്കില്ല. പിന്നെ റിലേഷൻഷിപ്പുകളിൽ ഒരു പാർട്ണറുമായിട്ട് റിലേഷൻഷിപ്പിലായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പ് പോകെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവരെ അങ്ങ് കംപ്ലീറ്റ്ലി കാണാതാവും. ഇവരെ അവിടെ നിന്ന് ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തോട്ടൊക്കെ പോകും. ഈ കാര്യം അവരിൽ ആക്ട് നൗ തിങ്ക് ലേറ്റർ ഓർ നെവർ എന്നുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള ഗിൽറ്റോ ആ തരത്തിലുള്ള ഒരു റോങ് ഡൂയിങ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്ങോ അവർക്ക് ഉണ്ടാവില്ല. ഇമ്പൾസിവിറ്റിയോടുകൂടി ചേർത്ത് പറയാൻ പറ്റുന്നതാണ് നാലാമത്തെ ഇതിലെ സൈൻ എന്ന് പറയുന്നത്. അത് ഇറിറ്റബിലിറ്റിയും അഗ്രസീവ്നെസ്സും ആണ്. ഇവരുടെ അഗ്രഷനെ കുറിച്ച് പറയുമ്പോൾ ഇവരിൽ കാണുന്ന ആ പാറ്റേൺ ഓഫ് ഫിസിക്കലി അബ്യൂസ് ചെയ്യാനുള്ള, അസൾട്ട് ചെയ്യാനുള്ള ടെൻഡൻസീസ് ആണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ കുറച്ച് പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫിസിക്കലി അരഗൻ്റ് ആയിട്ടും അസൾട്ട് ചെയ്യുന്ന രീതിയിലും ഉപദ്രവിക്കുന്ന രീതിയിലും റിയാക്ട് ചെയ്യുന്നവരാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് വെള്ളം അടിച്ചു കിടന്ന് അടിയുണ്ടാക്കുക, ബാറിൽ കിടന്ന് തല്ലുണ്ടാക്കുക, റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുക. ഒരു ചെറിയ കാരണമൊന്നും മതിയായിരിക്കും, അല്ലെങ്കിൽ കാരണം തന്നെ വേണ്ടായിരിക്കും. റോഡിലൊക്കെ ചുമ്മാ അടിയുണ്ടാക്കുക, വീട്ടിൽ വന്നിട്ട് പാർട്ണറിനെ ഈ ഡൊമസ്റ്റിക് ആയിട്ട് അബ്യൂസ് ചെയ്യുക, വയലൻസസ് കാണിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അഗ്രഷൻ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വേ ആണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവരുടെ കണ്ണിൽ, സാധാരണക്കാരുടെ കണ്ണിലാണ് ഇതൊക്കെ നിയമലംഘനമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടും ഒക്കെ തോന്നുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അഗ്രഷനിലൂടെയാണ്, ഉപദ്രവിച്ചുകൊണ്ടാണ്, കൂടെയുള്ള ആളെ വേദനിപ്പിച്ചുകൊണ്ടാണ്. അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇവരുടെ റെക്ലെസ് ആയിട്ടുള്ള ഡിസ്റിഗാർഡ് ഫോർ സേഫ്റ്റി ഓഫ് സെൽഫ് ഓർ അതേഴ്സ്. ഇതെന്ന് പറയുന്നത് ഒരു തരത്തിലും സേഫ്റ്റി കൺസേൺസ് ഒന്നുമില്ലാത്ത ആൾക്കാരായിരിക്കും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെന്ന് പറയുന്നത്. ഇവർ ആ കാര്യത്തിൽ വേറൊരു തലത്തിൽ നിൽക്കുന്നവരാണ്. എക്സ്ട്രീം ആയിട്ടുള്ള ഈ സെക്ഷൽ ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുക വെറുതെ ത്രില്ലിന് വേണ്ടി. ഇപ്പോൾ സ്വന്തം കുട്ടിയെ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലും അവരെ ഒന്നും നോക്കാതെ ഇറങ്ങിപ്പോവുക, ഇവരുടെ കാര്യം മാത്രം നോക്കി ഇരിക്കുക. ഇപ്പോൾ കുട്ടി വീട്ടിലുള്ള സാഹചര്യത്തിലാണെങ്കിൽ ആ കുട്ടിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവർ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടാൽ പോലും, ഈ കുട്ടിയുടെ ജീവിതത്തിന് ആപത്ത് വരുത്തുന്ന സിറ്റുവേഷനിൽ പെട്ടാൽ പോലും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പലപ്പോഴും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ അബ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ സാധാരണഗതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ആങ്സൈറ്റി വരും. സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു ആങ്സൈറ്റി, ഒരു ഫിയറോട് കൂടിയുള്ള ഒരു സമീപനമായിരിക്കും ആ സിറ്റുവേഷനിലുണ്ടായിരിക്കുക. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല. ഒരു ഡേഞ്ചറസ് ലെവൽ ഓഫ് ഒരു എന്താ പറയുക, ഒരു ആങ്സൈറ്റി ഇല്ലായ്മ അവരിൽ കണ്ടുവരാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആങ്സൈറ്റി വരില്ല, സാധാരണ ഒരു മനുഷ്യന് വരുന്ന പോലെ. ഒരു ജോലി സ്ഥലത്ത് സസ്റ്റൈൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റായ്മയും അവിടെ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഒരു തരത്തിൽ അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എടുക്കായ്മയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഇത്തരത്തിൽ ഒബ്ലിഗേഷൻസ് ഒന്നും പാലിക്കാതിരിക്കുന്ന ഒരവസ്ഥയും ഇവരിൽ നിരന്തരം കണ്ടുവരാറുണ്ട്.
ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പണം കടം വാങ്ങിയ ശേഷം അത് തിരിച്ചു കൊടുക്കാതെ, ഈ കടം തിരിച്ചു വീട്ടാനുള്ള ഒരു ഒബ്ലിഗേഷനും എടുക്കാതെ, ഉത്തരവാദിത്വം എടുക്കാതെ നടക്കുന്നവരായിരിക്കും ഇവര്. അവർക്ക് ആ കാര്യത്തിൽ ഒരു ഗിൽറ്റും ഫീൽ ചെയ്യില്ല. അവർ ഇത്തരത്തിൽ ലൈഫിൽ പാലിക്കേണ്ട മിനിമം മര്യാദകളെയും ബേസിക് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസും ഉത്തരവാദിത്തങ്ങളെയും ഒക്കെ വളരെ വലിയൊരു ബർഡൻ ആയിട്ടാണ് കാണുന്നത്. ഇതൊക്കെ അവർക്ക് ലംഘിക്കാനും തള്ളിക്കളയാനും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ മാത്രമായിട്ടാണ് ഇവർ ഇതിനെയൊക്കെ കാണുന്നത്. പിന്നെ ഏഴാമത്തെ കാര്യം, ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അവരുടെ ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിമോഴ്സ്, ലാക്ക് ഓഫ് ഗിൽറ്റ്. ഇത് ഇവരുടെ ഹോൾമാർക്ക് ട്രെയ്റ്റ് ആണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചാലോ, അവരെ ഉപദ്രവിച്ചാലോ, ദ്രോഹിച്ചാലോ, ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്താലും ഉള്ളിൽ തോന്നുന്ന ഗിൽറ്റ് ഇവരിൽ ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള റിമോഴ്സ് ഇവരുടെ കാര്യത്തിൽ ആബ്സെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിലുള്ള സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഒരു വയസ്സായ ആളെ, വളരെ കഷ്ടതയിലിരിക്കുന്ന ഒരു വയസ്സായ ആളെ ഇയാൾ പറ്റിച്ച് ഉണ്ടാക്കി പോയിട്ട് പിടിക്കപ്പെടുമ്പോൾ ഇയാൾ പറയുന്നത്, അയാൾ ഇത്ര മണ്ടനായിരുന്നു എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ട്, അയാൾ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അയാൾക്ക് ഇത് വേണ്ടതാണ് എന്നായിരിക്കും ഇവർ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ സയൻസ് ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇത് നാസിസവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടല്ലോ, നാസിസ്റ്റുകളിൽ ഒരുപാട് ഈ നാസിസ്റ്റിനും ഇതുപോലുള്ള സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ. നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാണ്. ഒരുപാട് നാസിസവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നൊരു ടെൻഡൻസിയും കൂടിയാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ്. സാധാരണഗതിയിൽ ഇത് ഓവർലാപ്പ് ചെയ്ത് വരും നാസിസത്തിൻ്റെ കൂടെ. NPD ഉള്ളവരിൽ ഇതും കൂടി ഓവർലാപ്പ് ചെയ്ത് വരുന്ന കേസസ് വളരെ കോമൺ ആണ്. അതിന് നാർസിസിസ്റ്റിക് സോഷ്യോപാത്സ് എന്നാണ് അത്തരത്തിലുള്ള ആൾക്കാരെ പറയുന്നത്. ഇതൊരു സ്പെക്ട്രമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ നാർസിസം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് കഴിഞ്ഞിട്ടാണ് സൈക്കോപ്പതി വരുന്നത്. ഇവരുടെ ലെവൽ ഓഫ് ഈ ഒരു അബ്യൂസസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇത് മുകളിലേക്കാണ് വെക്കാൻ പറ്റുക. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള നാർസിസ്റ്റുകളിലും ഇതേപോലെ തന്നെ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കണ്ടുവരുന്ന ലാക്ക് ഓഫ് എംപതി, എൻറ്റൈറ്റിൽമെന്റ്, മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള നേച്ചർ, ഇതെല്ലാം ഇവരെല്ലാം കണ്ടുവരുന്നതാണ്. ഇപ്പൊ അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ, ഈ അടുത്തിറങ്ങിയ തുടരും എന്ന് പറയുന്ന സിനിമയിലെ ജോൾ സാർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു നാർസിസ്റ്റിക് സോഷ്യോപാത്ത് ആണ്. അയാൾക്ക് നാർസിസ്റ്റിക് ട്രേറ്റ്സും ഉണ്ട്, ഈ ഒരു സോഷ്യോപാത്തിന്റെ എല്ലാ സയൻസും അയാളിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, ഇപ്പോൾ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഒരു ക്യാരക്ടറാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയിലെ മുകുന്ദനുണ്ണി എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ അവതരിപ്പിച്ച ആ ക്യാരക്ടർ. ഈ രണ്ട് സിനിമയിലെ ആ ക്യാരക്ടർ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം, ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളിൻ്റെയും ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളിൻ്റെയും ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു കീ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരുടെ മോട്ടീവ്സിലാണ്, ഇവരുടെ മോട്ടിവേഷനിലാണ്. അതെന്താണ്, അത് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും നിങ്ങളൊന്ന് കാത്തിരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ഈ ചാനലിൻ്റെ താഴെയുള്ള കമൻസിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി ഈ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമാകണമെങ്കിൽ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പാർട്ടാവുക. നിങ്ങൾക്ക് ഹീലിംഗ് ജേണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാനൽ ഇനി അങ്ങോട്ടും ഞാൻ പറയുന്നതായിരിക്കും. അത്തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.